അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ 3 ദിവസത്തേക്ക് SIT കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എന്തിനാണോ എന്തോ ഈ പ്രഹസനങ്ങളൊക്കെ. എന്ത് പ്രഹസനം കാണിച്ചാലും കോടതി രാഹുലിനെ വെറുതെ വിടും. കാരണം ഉഭയകക്ഷി സമ്മതപ്രകാരം പരസ്പര ബന്ധത്തിൽ ഏർപ്പെട്ട 2 വ്യക്തികൾ, അതിൽ ഒരാൾ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്? ഒരിക്കലും കുറ്റക്കാരനാവത്തില്ല. ഇവിടെ ആവുകയാണെങ്കിൽ 2 പേരും കൂടെയാണ് കുറ്റക്കാരാവുന്നത്. ഇവിടെ ശിക്ഷിക്കണമെങ്കിൽ 2 പേരും ഒരുമിച്ച് ശിക്ഷിക്കണം. അല്ലാതെ ഉഭയകക്ഷി പ്രകാരം ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് അതിന് ശേഷം പരസ്പര സമ്മതത്തോടു കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം തമ്മിത്തല്ലി 2 വഴിക്കായിട്ട് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ മാത്രം പരാതി കൊടുത്ത് അകത്തിടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും കോടതിയിൽ വില പോകില്ല. അത് വേറെ കാര്യം. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് ശ്രീനാദേവി ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ആളാണ് ശ്രീനാദേവി. അന്ന് തൊട്ട് രാഹുലിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഒരു സ്ത്രീയാണ്. കാരണം അവർ കഴിഞ്ഞ ദിവസം ഇട്ട ലൈവിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് വാലിഡായിട്ടുള്ള കാര്യങ്ങളാണ്, കറക്റ്റ് പോയിന്റുകളാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ കല്യാണം കഴിച്ചതിന് ശേഷം അവർ ആ ഒരു കുടുംബത്തിനോട് കാണിക്കേണ്ട ഒരു സത്യസന്ധത, ആത്മാർത്ഥത എല്ലാം ആ ഒരു കുടുംബത്തിനോടും അല്ലെങ്കിൽ ആ ഒരു ഭാര്യയോടോ അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിനോടോ കാണിക്കേണ്ട ഒരു ആത്മാർത്ഥത, ഒരു സ്നേഹം, അതെല്ലാം ഈ ഒരു കാര്യത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എത്രത്തോളം ആ ഒരു കുടുംബിനി അല്ലെങ്കിൽ ആ ഒരു ഭർത്താവ് സത്യസന്ധമായിട്ടുള്ള സ്നേഹമാണ് കാണിച്ചതെന്ന് ഈ ഒരു കേസിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഞാൻ ഒരു വീഡിയോ ലൈവിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആയിരിക്കും അതിജീവിക്കൊപ്പം തന്നെ നമ്മൾ എല്ലാവരും നിലയുറപ്പിക്കണം. പക്ഷേ അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തു, വില കൂടിയ ചെരുപ്പും ഒക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു സംശയം ഏതൊരു സാധാരണക്കാരനും ഏതൊരു ആൾക്കും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും. അപ്പൊ അത് കാര്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ നമ്മൾ നിൽക്കണം. പിന്നെ നമ്മൾ പറയാറുണ്ട്, ഈ പറഞ്ഞ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പുരോഗമനപരമായ ആശയങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു. അതിലൊന്നും ഒരു പരാതിയില്ല. ഞാനൊരു സദാചാര പോലീസിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബന്ധങ്ങളിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വിവാഹിതരല്ല, നമ്മൾ വിവാഹിതരല്ല എന്നുള്ളതുകൊണ്ട് മൂല്യബോധം വേണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വളച്ചൊടിക്കരുത്. വിവാഹിതരാണെങ്കിൽ നമ്മൾ ആ വിവാഹ ബന്ധത്തിന്റെ ഒരു ബന്ധത്തിനൊക്കെ ഒരു അർത്ഥമല്ലേ, ഒരു സുഖമല്ലേ? ഒരു മനുഷ്യൻ നമുക്കായി മറ്റൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ രസമുള്ള, വലിയ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അത്രയും നമ്മുടെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന, നമ്മളിലേക്ക് അത്രയും സ്നേഹം തരുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ഭർത്താവോ ഭാര്യയോ ആണെങ്കിൽ, നമ്മൾ വിവാഹിതരാണെങ്കിൽ ആ വിവാഹ ബന്ധത്തിൽ നമ്മൾ പാലിക്കേണ്ട, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പാലിക്കേണ്ട ആ ബന്ധത്തിന്റെ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിവാഹിതനും ഉണ്ട്. എങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കണ്ട് വളർന്നു വരത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ വെച്ചിട്ടാണ്, ഇപ്പൊ കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അന്നേരം പറയുമ്പോൾ അത് വലിയ എന്താ പറയുക, വികാരം അത്രയും ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവാണ്. നമുക്ക് അത്രയും നമ്മുടെ സ്നേഹം ഏറ്റുവാങ്ങുന്ന, സമാനതകളില്ലാത്ത സ്നേഹം നമ്മൾ കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ 2 ചേട്ടന്മാരുണ്ട്, 2 പേർക്കും കുട്ടികളുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് 2ാം ചേട്ടൻ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. അതിന് 6 മാസമായിട്ടുള്ള പ്രായം. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹമുള്ള, അത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അത്രയും സ്നേഹമുള്ള ഒരു കുഞ്ഞാണ്. കുഞ്ഞിനോട് നമുക്ക് അത്രയും സ്നേഹമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളാണ് കുറെ കൂടെ സ്നേഹം ഉണ്ടാവും ഓരോ അമ്മയ്ക്കും ഓരോ അച്ഛനും ഒക്കെ. പക്ഷേ കുഞ്ഞ് എന്നുള്ളത് വലിയ സ്നേഹമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അത് ഇമോഷണൽ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരു സംശയം സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും പലരും പ്രകടിപ്പിക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ വ്യക്തമായ മറുപടി കൊടുക്കണം. ഇമോഷണൽ മാനിപ്പുലേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവായിട്ട്, ഒരു ജീവനായിട്ട് ഒരു കുഞ്ഞിനെ മാറ്റുന്നത് എന്നൊരു സംശയം പല കോണിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ സംശയങ്ങളായി തന്നെ തുടരുകയാണ്. ആ സംശയങ്ങളൊക്കെ തീർച്ചയായിട്ടും കോടതി ഈ വിഷയത്തിൽ ഗൗരവമായിട്ട് ഇടപെടണം. പെൺകുട്ടികൾ പൊതുവെ ചൂഷണം ചെയ്യപ്പെടാറുണ്ട്. അതങ്ങനെയാണ്. എന്തോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ഉണ്ടെങ്കിലും ഞാനും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞാനും ഒരു പെൺകുട്ടിയാണ്, ഞാനും അവിവാഹിതയാണ്. അപ്പൊ എനിക്കും ഒരുപാട് ഓക്കെ. ശ്രീനാദേവി UDFന്റെ പത്തനംതിട്ട പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, പഞ്ചായത്ത് ഡിസ്ട്രിക്ട് മെമ്പർ കൂടിയാണ് ഈ ശ്രീനാദേവി. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. പൂർണ്ണ പിന്തുണയാണ് രാഹുലിന് ഇവർ കൊടുക്കുന്നത്. ഇതിനു മുമ്പും ഈ ഒരു രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയം വന്ന സമയത്ത് അന്ന് തൊട്ടേ ഇവർ പൂർണ്ണ പിന്തുണയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്നത്. അന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു ഒരു വാർത്താ ചാനലുകൾക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇവർ മുമ്പ് നിന്ന പാർട്ടി ഏതാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യം പറഞ്ഞ പാർട്ടി തന്നെ. അപ്പോൾ ആ പാർട്ടിയിൽ നടക്കുന്ന നെറികേടും, ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഗൂഢാലോചനകളും തന്തയില്ലായ്മകളെല്ലാം കണ്ട് മടുത്ത ഒരു വ്യക്തിയാണെന്നാണ് ഇവർ പറയുന്നത്. കണ്ട് മടുത്തിട്ടാണ് പാർട്ടി മാറിയെന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു ഭാഗം കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് അതിജീവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നോക്കി കണ്ടിരുന്നത്? അതിനെയൊക്കെ എനിക്ക് സത്യത്തിൽ ചിരിയോടെയാണ് നോക്കുന്നത്. കാരണം സത്യം അറിയാവുന്നവർ കള്ളം പറയുമ്പോഴും
തിരഞ്ഞെടുപ്പിന് വേണ്ടി പറയാൻ പാടില്ലാത്തതൊക്കെയും പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ ഒക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം അതിനകത്ത് നിന്ന് ഞാൻ കണ്ടതാണ് ഏത് നിലവാരത്തിലാണ് ഇവർ എതിരാളികളെ നേരിടുക എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ പിന്നീട് എനിക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ട അവസ്ഥയില്ല. കാരണം നല്ല ഒരു രാഷ്ട്രീയപരമായ സംഘടനാപരമായ വ്യക്തിപരമായ സംരക്ഷണ കവചം എനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട്. ഐക്യജനാധിപത്യങ്ങളുടെ ആ ഒരു സേഫ്റ്റി സോൺ, സെക്യൂർഡ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സോണിൽ നിന്നുകൊണ്ടാണ് ഞാൻ വളരെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് വളരെ പ്രസിദ്ധകരമായി തന്നെ മുന്നോട്ട്. അവസാനമായി മറ്റു കാര്യം, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് അഖിൽ കണ്ണാടി, അതുപോലെ തന്നെ മറ്റേ അജാസ് കുളമന്തം, ഇവിടെ ഫെനീന. കണ്ടല്ലോ ഇവർ പറയുന്ന കാര്യങ്ങൾ കണ്ടല്ലോ. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റ് കാര്യങ്ങളാണ്. കാരണം ഇവരെ പോലത്തുള്ള 1000, 10,000, ലക്ഷങ്ങൾ, ഒരുപാട് സ്ത്രീകൾ, ഒരു 10,000-കണക്കിന് സ്ത്രീകൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വരുന്നുണ്ട് അല്ലേ, രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു കള്ളക്കേസാണെന്ന്, ഈ 3 പരാതികളും വന്നേക്കുന്നത് ഒരേ സ്ഥലത്ത് നിന്നാണെന്ന്, ഒരേ വ്യക്തി പടച്ചുവിട്ട പരാതിയാണെന്ന് പരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലേ. അതുപോലെ ഭ്രൂണത്തിൻ്റെ സാമ്പിൾ മാറ്റി വയ്ക്കുക, എന്തുവാടെ ഇതൊക്കെ കേൾക്കുന്ന ആൾക്ക് കുറച്ചെങ്കിലും ഒരു വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും ഉള്ളൊരു കഥകൾ ഉണ്ടാക്കിയെടുക്കണ്ടേ. ഇന്ന് 24-നകത്ത് വന്നൊരു വാർത്ത ഞാൻ ഇവിടെ കാണിക്കാം. കാസർഗോഡ് ഒരു CPM നേതാവ് ഒരു 48 വയസ്സുള്ളൊരു വീട്ടമ്മയെ പീഡിപ്പിച്ച വാർത്തയാണ് ഇവിടെ വന്നത്. അത് എത്ര മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി, അതിനെതിരെ എന്ത് നടപടിയെടുത്തു എന്നും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം. 48 വയസ്സുള്ളൊരു വീട്ടമ്മയെ പീഡിപ്പിച്ചതുമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു വാർത്തയാണ് വന്നത്. CPM നേതാവാണ്. ഞാൻ ഇവിടെ അതും കൂടെ കൊടുക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ CPM നേതാവിനെതിരെ കേസ്. കേരള സ്വദേശി S. സുധാകരനെതിരെയാണ് കേസെടുത്തത്. ഭർത്താവിനെയും മക്കളെയും കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് പ്രതി പീഡിപ്പിച്ചതെന്ന് അതിജീവിത 24-നോട് പറഞ്ഞു. ആദ്യത്തെ ഭർത്താവ് വിട്ടുപോയ ശേഷം കുറേ ഉപദ്രവിച്ചിനി, എനിക്ക് നല്ലോണം ഉപദ്രവിച്ചിനി. പിന്നെ വേണ്ടാത്തെല്ലാം പറഞ്ഞിട്ട് ഇതാക്കും, ഞാൻ സമ്മതിച്ചില്ല. അതിനുശേഷം ഇവരെ കല്യാണം കഴിച്ചാൽ പിന്നെ ഞാൻ സമ്മതിച്ചില്ല. പറഞ്ഞിട്ട് ഇവരെ കൊല്ലു, ഇല്ലെങ്കിൽ ഇവരെ ഓടിപ്പിക്കും, നീ അവരെ കൂടെ ജീവിക്കാൻ വിടില്ല, പിള്ളേരെ കൂടെ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാത്ത സെക്സ് വീഡിയോ എല്ലാം കാണിക്കും, എനിക്ക് ഇങ്ങനെ ചെയ്യണം, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യണം, എനിക്ക് എപ്പോഴും അടുത്ത് കിട്ടില്ലല്ലേ, നീ ഇങ്ങനെ അങ്ങ് ചെയ്യണം, ഞാൻ പറയുമ്പോൾ നീ എൻ്റെ കൂടെ ഇങ്ങനെ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് പേടിപ്പിക്കും. പിന്നെ ഞാൻ 12 മണി രാത്രിയോട് ചിലപ്പോൾ ഇയാൾ വീഡിയോ കോൾ ആക്കിയിട്ട് നോക്കും ഞാൻ ഏടുണ്ടെന്ന്. സ്വന്തം മോളെ കാണുമ്പോൾ എൻ്റെ പോലെ തോന്നുന്നുണ്ടല്ല അവനക്ക് സുധാകർ മാഷ്ടന് സ്വന്തം മോളെ കാണുമ്പോൾ നിന്റെ പോലെ ഉണ്ട്, കൊതിയാവുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ വാരിക്ക് ഇങ്ങനെ പറഞ്ഞു, ജബ്ബർ കൊലക്കേസിൽ ഞാൻ ഉള്ളിൽ പോയവൾ. അപ്പോൾ എനിക്ക് ഇതെല്ലാം ഒരു സംഭവം തന്നെ അല്ല. ആരോപണം ഉയർന്നതോടെ CPM ലോക്കൽ കമ്മിറ്റി അംഗവും എൻമകജെ പഞ്ചായത്ത് അംഗവുമായ സുധാകരനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അരുൺ പാറക്കൽ കാസർഗോഡ്. അപ്പം DYFIയോടും മറ്റുള്ള ആൾക്കാരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരക്കെല്ലാം കഴിഞ്ഞ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഇതും കൂടെ ഒന്ന് ഏറ്റെടുക്കണേ കേട്ടോ. അതിന് ചിലപ്പം ഇതിന് തീവ്രത കുറഞ്ഞ പീഡനം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതൊന്നും ആരും ഏറ്റെടുക്കാത്തല്ലേ. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട്, രാഹുൽ മാങ്കൂട്ടത്തിന് പൊതിച്ചോറൊക്കെ കൊടുത്തല്ലോ, അതെല്ലാം കഴിഞ്ഞിട്ട് ഈ നേതാവിനും കൂടെ ഒരു കെട്ട്, അല്ലെങ്കിൽ ഒരു പൊതിയോ 2 പൊതിയോ പൊതിച്ചോറും കൂടെ ഒന്ന് കൊണ്ട് കൊടുക്കണേ കേട്ടോ. നല്ല രാഹുൽ മാങ്കൂട്ടത്തിനും കൊടുത്തല്ലോ, അപ്പം ഇയാൾക്കും കൂടെ ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പം എന്തായാലും ഇതിനെതിരെ എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് 24-നകത്ത് വന്നൊരു വാർത്തയാണ്. ഇത് മറ്റുള്ള ചാനലുകാർ എത്രത്തോളം ഇതെടുത്തിട്ട് അലക്കുന്നോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് വരും ദിവസങ്ങളിൽ. കാരണം ഇതൊന്നും പിന്നെ ആർക്കും വേണ്ടല്ലോ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെയാണല്ലോ വേണ്ടത്.